ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു വെറൈറ്റി ചോറായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 1 കിലോ അരി ഇട്ടിട്ടാണ് ഞാൻ ചോറ് വെച്ചിട്ടുള്ളത്. ഒരു 1.25 കിലോ ഇറച്ചി എടുത്തിട്ടുണ്ട്. അത് 1 കിലോന് തന്നെ മതി കേട്ടോ. അപ്പോൾ ഞാൻ 2 പീസ് ബാക്കിയുള്ളത് അതിൽ തന്നെ ഇട്ടു എന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ചോറ് വെക്കാൻ 1 കിലോ അരിയും 1 കിലോ ഇറച്ചി ഇട്ടുകൊണ്ട് ചോറ് വെക്കാൻ വെറും ഒരു തക്കാളി ആവശ്യമുള്ളൂ. കൂടുതലൊന്നും തക്കാളി വേണ്ട. പിന്നെ ഞാൻ ഇതിൽ മാഗിൻ്റെ സോസ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ് ആ സോസ് ഒഴിക്കുമ്പോൾ. പിന്നെ പറഞ്ഞാൽ അധികം മസാലകളൊന്നും ആവശ്യമില്ലാത്തൊരു ചോറാണ്. എന്നാലും ബിരിയാണീൻ്റെ എല്ലാ ഇതും അതിലുണ്ട് താനും. കോഴി പൊരിക്കണ മാതിരി കായം തേച്ച് ഒക്കെയാണ് ഞാൻ ഇത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. കഴിച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ ഇടുന്നത്. എപ്പോഴായാലും കഴിച്ച് കഴിഞ്ഞ് ഇതതിൻ്റെ ശേഷം മാത്രമേ ഞാൻ ഏത് വീഡിയോയും എഡിറ്റ് ചെയ്യലുള്ളൂ. കാരണം വെച്ചാൽ നമുക്ക് ശരിയായില്ല എന്നുണ്ടെച്ചെങ്കിൽ ഇടാൻ പറ്റില്ലല്ലോ. പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്ന ഭക്ഷണം കേടുവരില്ല വിചാരിച്ചിട്ടൊക്കെ ചെയ്തിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരാൾ എന്നോട് നേരിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇതിൽ വീഡിയോയിൽ നിങ്ങൾ ഉണ്ടാക്കണ മാതിരി ശരിക്കും ക്ലിയറായിട്ട് പറയുമെന്ന്. പക്ഷേ ഇവിടുന്ന് കഴിച്ചിട്ടാണ് എന്നോടായി ചോദിച്ചത്. അപ്പോൾ ആരോ പറഞ്ഞ ആളെയും പറഞ്ഞു, പക്ഷെ അത് ഞാൻ വീഡിയോയിൽ പറയണില്ല. ഞാനിങ്ങനെ കറക്റ്റായിട്ട് പറയില്ല, ഉമ്മ പറയില്ല എന്നുള്ള ഒരു ഇതിൽ പറഞ്ഞും ചെയ്തു കേട്ടോ. പക്ഷെ ഞാൻ ഇതിൽ കറക്റ്റായിട്ട് തന്നെ പറയലുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞു കണ്ട് റെഡിയാക്കിയിട്ട് അത് ശരിയാവാതെക്കാൻ പറ്റൂലല്ലോ. അത് വിചാരിച്ചിട്ടാട്ടോ നമ്മൾ കറക്റ്റായിട്ട് തന്നെയാണ് പറയുന്നത്. കേടാന്നിക്കണമെങ്കിൽ കേടന്നു തന്നെ പറയും. അപ്പോൾ ഇതിലേക്ക് ഞാൻ മല്ലിൻ്റെ ഇലയും അതേമാതിരി കൈതോല അറിയും അത് രണ്ടും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഉപ്പും സുർക്കയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചുകൊണ്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ചെറുനാരങ്ങൻ്റെ നീരുണ്ടെങ്കിൽ അത് ഒഴിച്ചാലും മതി. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ കേട്ടാ ചെയ്യൽ. പിന്നെ ഇതിൽ പറഞ്ഞാൽ പിന്നെ ഗ്രാമ്പു പട്ട അതൊക്കെ ഇടണമെങ്കിൽ ഇടാം. പക്ഷെ ഞാനെന്ത് വിചാരിച്ചാൽ ആ ചോറിൽ ആ വെള്ളത്തിൽ കൂടെ അതൊക്കെ മിസ്സായി പോവും. അതുകൊണ്ടാണ് ഞാനത് ഇട്ട് കൊടുക്കാത്തത്. പിന്നെ ഞാൻ ചോറിലും ഇടലില്ല. ചോറിലും വേണമെങ്കിൽ നമുക്ക് ആ ഉള്ളി മുരിച്ചിട അതായത് ഇറച്ചിടുന്ന നേരത്തെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാട്ടിയും കറാമ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ എന്താ ചെയ്തിച്ചാൽ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ബാക്കി വെറുതെ വേസ്റ്റായി പോകണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ഉണ്ടാക്കിയാലും നല്ലൊരു ടേസ്റ്റും ഇതൊക്കെ എനിക്കങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കൽ. അതായത് ബിരിയാണി മസാല പറഞ്ഞാൽ ഞാനായിട്ട് ഒരു വെറൈറ്റി മസാല റെഡിയാക്കി എടുക്കുന്നതാണ്. എൻ്റേതായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ആ കോഴിയൊക്കെ നന്നായിട്ട് കഴുകി ഒക്കളൊക്കെ വാർന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നല്ലോണം വാരാൻ വെക്കേണ്ട ഒരു ആവശ്യമില്ല. ആ സമയത്ത് തന്നെ ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിത് പൊരിച്ചാനും ഉള്ളി പൊരിച്ച് വരാനും ഒക്കെ കൂടി വേണ്ടിയിട്ടുള്ള ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അതിലേക്കുള്ള മസാലകളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പറഞ്ഞാൽ ഇതിനൊരു പാത്രം വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഞാൻ നോമ്പ് 25 ആയ സമയത്ത് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനെ വെച്ചാൽ പലരോരോ സംശയമാണ്, അത് പിന്നെ കേട് വരൂലേ വെള്ളമൊലിക്കൂലേ എന്നൊക്കെ. എന്നാൽ അതിലൊന്നും സംഭവിക്കില്ല. എങ്ങനെ വെച്ചാൽ വെളുത്തുള്ളി കുറച്ച് മുൻപന്തിയിലാക്കിയാണ് വെക്കണം. അതായത് സമസമത്തിലേറെ വെളുത്തുള്ളി കുറച്ച് കൂടുതലും ഇഞ്ചി അതിനനുസരിച്ചും കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാസനയും വരില്ല, നല്ല ടേസ്റ്റും ഉണ്ടാവും, ഒരു വ്യത്യാസവും വരില്ല കേട്ടോ. അത് കഴിയുന്നത് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകാണ്ട് റെഡിയാക്കാൻ എടുക്കുന്ന സമയത്ത് എടുത്ത് കഴിഞ്ഞ് ഉടനെ തന്നെ അത് കൊണ്ടുവെക്കും വേണം. അങ്ങനെയും കൂടി നമ്മൾ ചെയ്യണം. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പാറി പിന്നെയും ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് തണുപ്പിച്ച് അങ്ങനെ ചെയ്യരുത്. നമ്മൾക്ക് ആവശ്യമുള്ളത് എടുത്തുകാണ്ട് പെട്ടെന്ന് കൊണ്ടുവെക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, സുർക്ക, വെളിച്ചെണ്ണ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും. പിന്നെ ഈ 1.25 കിലോ കോഴിക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും ഒരു നുള്ള് കളറും കൂടി ചേർത്തിട്ടുണ്ട്. കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ സാധാരണ പൊരിക്കുമ്പോൾ ചേർക്കണ അത്ര കോൺഫ്ലവർ ഒന്നും ചേർക്കണ്ട, കുറച്ച് മതി. നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ചേർത്തോളി. കൂടുതൽ വേണ്ട, കുറേശ്ശെ കവറിങ് ഉണ്ടായാൽ മതി. കൂടുതൽ കവറിങ് ഉണ്ടായാലും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, നമ്മൾ പൊരിക്കാനുള്ളതല്ലല്ലോ. അപ്പോൾ ഇത് നമ്മളെ ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ ഇതേമാതിരി ഓരോ പീസും
പൊരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഇത് നല്ലവണ്ണം അതായത് അത്യാവശ്യം മുരിഞ്ഞതിന് ശേഷം മാത്രം ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം തന്നെ നമ്മൾ ഒന്നായിട്ടിട്ട് കയ്യിലിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ അതിന്മേൽ ചെറിയൊരു കോട്ടിങ് ആണെങ്കിലും കോട്ടിങ് ഉണ്ടല്ലോ, ആ കോട്ടിങ് കംപ്ലീറ്റ് ഇളകി പോകും. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കുക. മൂടി വെച്ചൊന്നും പൊരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ചോറ് വേവാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറ് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നാട്ടോ. ഉമ്മയാണ് ചോറ് വെന്തക്കണമെന്ന് റെഡിയാക്കി നോക്കുന്നത്. ഉമ്മ എല്ലാ ഇതിനും ഹെൽപ്പ് ചെയ്യും. ഉമ്മക്ക് കഴിയുന്ന പണികളൊക്കെ ഉമ്മ ചെയ്തു തരും കേട്ടോ. ഞാൻ പിന്നെയും വേണ്ടെന്ന് പറയലാണ്. ഇന്നിപ്പോൾ നമ്മൾ കുറേ ചൂലിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ ആ ചോറ് വെന്തതൊക്കെ ഞാൻ ആ ഓട്ടപാത്രത്തിലേക്ക് തന്നെ ഊറ്റി കൊടുത്തേക്കാണ്. അപ്പോൾ ചോറും വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും നമ്മൾ ഇറച്ചി ഒക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ കുറേശ്ശെ ഒരു കളർ വ്യത്യാസം വന്നിക്കണേ. ഇന്ന് ആ ഭാഗം വെന്തും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രക്കുള്ള മുരിച്ചൽ മതി, കൂടുതൽ മുരിഞ്ഞ് ഇതാവണ്ട. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ഒന്ന് മറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേ ഭാഗം കൂടി ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഇപ്പോൾ ഇതിലേക്ക് 4 പച്ചമുളകും അതായത് ചുവന്ന മുളകും 1 തക്കാളിയും കൂടി ഒന്ന് അരച്ചെടുക്കുകയാണ്. അത് അരച്ചെടുത്തതിന് ശേഷം നമുക്കത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനാണ്. ആകെ 1 തക്കാളി നമുക്ക് ഈ 1 കിലോ അരിയും 1.25 കിലോ ഇറച്ചിക്കും ആവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇറച്ചിയൊക്കെ പൊരിച്ച് കോരി എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതാ നന്നായിട്ട് അപ്പോൾ ഈ എണ്ണയിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് എണ്ണ വേണമെങ്കിൽ മുക്കി വെക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് ചോറ് വെക്കുന്നുണ്ട് ആ ചോറൊക്കെ അനുസരിച്ചുള്ള എണ്ണ നിങ്ങൾ ആദ്യം തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇറച്ചിയൊക്കെ പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം ആ പാത്രത്തിൽ കുറേശ്ശൊക്കെ ഒരു മസാല ഉണ്ടായിരുന്നു. അത് നിർബന്ധമില്ല. ആ മസാല ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഉള്ളി ഉണ്ടല്ലോ 4 ഉള്ളിയാണത്. ആ ഉള്ളി ഞാൻ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കണ്ട് കൊടുക്കണം. നമ്മൾ ആ കോൺഫ്ലവറിന് കുറച്ചൊക്കെ കോട്ടിങ്ങില്ല. അപ്പോൾ അതൊക്കെ നമ്മളെ ഉള്ളിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വെറൈറ്റി ക്രിസ്പി ആയിട്ട് കിട്ടും. അത് നിർബന്ധമില്ല കേട്ടോ, വേണമെന്നുണ്ട് ഒന്നുമില്ല. ആ ഉള്ള മസാല അതുകൊണ്ടാണ് ഞാൻ ഇറച്ചിയിലെ വെള്ളം കംപ്ലീറ്റും ഉറ്റി പോവണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു വെള്ളം ഉണ്ടാവുമല്ലോ അതിൽ, ആ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതാ ഉള്ളി പൊരിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ നമ്മളെ കോഴി പൊരിച്ച എണ്ണയാണല്ലോ, അപ്പോൾ ആ എണ്ണയിലാണെങ്കിലും ഈ കോഴിൻ്റെ എല്ലാ ടേസ്റ്റും അതേമാതിരി കുറേശ്ശെ മുരിഞ്ഞ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ തക്കാളി അരച്ചിക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തില്ല വെച്ചിട്ട് കുഴപ്പമില്ല. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി 1 ടേബിൾ സ്പൂൺ മതി. രണ്ടും കൂടി 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ. പിന്നെ ഇതാ നമ്മളെ ഇറച്ചി പൊരിച്ച ചട്ടിയിലുള്ള നമ്മളെ ഉള്ളികളൊക്കെ ഇതാ മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് മാറ്റണതിൻ്റെ ഇടയ്ക്ക് അതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരിയും അതേമാതിരി കരിവേപ്പിൻ്റെ ഇല മല്ലിൻ്റെ ഇല ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അണ്ടിപ്പരിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ അത് ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ ആ കരിവേപ്പിൻ്റെ ഇല നമ്മൾ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ മല്ലിൻ്റെ ഇല ഇത് മുരിഞ്ഞൊന്നും വരണ്ട. കരിവേപ്പിൻ്റെ ഇല ഒന്നും മുരിയും, പക്ഷേ മല്ലിൻ്റെ ഇല ഒന്നും അധികം മുരിഞ്ഞൊന്നും വരേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മളെ മുന്തിരിയൊക്കെ ഒന്ന് പൊങ്ങി വന്ന സമയത്ത് ഇത് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. പിന്നെ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമാണ്, ഇവിടുന്ന് ഭക്ഷണം കഴിച്ച ഒരാൾ എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ ഇങ്ങനെ പറയണേ ഈ വീഡിയോ എല്ലാവരും കാണുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. നിങ്ങൾ വീഡിയോയിൽ പറയുമ്പോൾ ഏതെങ്കിലും ഭാഗങ്ങൾ കട്ട് ചെയ്യുമോ കംപ്ലീറ്റ് നിങ്ങൾ പറയുമോ? അതൊരു സംശയമാട്ടോ. പക്ഷേ ഞാൻ കംപ്ലീറ്റും പറയും. അപ്പോൾ അതാ അതിൽ ഞാൻ അപ്പോഴേക്കും അതിൽ സോസ് ഒഴിച്ചിട്ടുണ്ട്, മാഗിൻ്റെ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കംപ്ലീറ്റും പറയലുണ്ട്. നമുക്ക് ഒരാളെ സാധനങ്ങൾ നാസാക്കി പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന വീഡിയോയിൽ പറയുന്നത് അതേമാതിരി ഞാൻ ഭക്ഷണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് കംപ്ലീറ്റും ഞാൻ കാണിച്ചു കൊടുക്കലുണ്ട് എൻ്റെ പ്രേക്ഷകർക്ക്. നമുക്കത് മറച്ച് വെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കേട്ടോ. പിന്നെ ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ വീഡിയോ എടുക്കും. എല്ലാവരും കഴിച്ചതിന് ശേഷം ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് വീഡിയോ എഡിറ്റും അപ്ലോഡിങ്ങും എല്ലാം ഞാൻ ചെയ്യലുള്ളൂ. അത് മാത്രമല്ല
ഇനി അഥവാ വീഡിയോ അത് ചെയ്യണമെങ്കിൽ ടേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഇല്ല തന്നെ പറയും. എൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടായ ദോശ കൊണ്ട് പിന്നെ പപ്സ് പോലെ ഉണ്ടാക്കിയിട്ട് അവർ പറഞ്ഞിരുന്നു അത് തീരെ നന്നാവില്ല, വെറുതെ അങ്ങനെ ചെയ്യേണ്ടത്. അതേപോലെ ഞാനൊരു മുട്ടക്കറീൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട് അത് റെഡിയാക്കി എടുക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഈ വർത്താനൊക്കെ പറഞ്ഞ ഇടയിൽ നമ്മളെ ഉള്ളി പൊരിച്ച് കോരിയ ചട്ടി തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും മാഗി സോസും അതേപോലെ തക്കാളി പച്ചമുളക് കൂടി അരച്ചതും തൈരും ഒക്കെ ചേർത്തുകൊണ്ട് ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഞാൻ പൊരിച്ച് കോരിയ മസാലയ്ക്ക് ഇട്ട് കൊടുത്തു. അതായത് നമ്മൾ ഏത് ചെമ്പിലാണ് വെക്കണോ ആ ചെമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അതിലേക്ക് വേണ്ട 2 വല്യുള്ളി പൊരിച്ചതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചില്ലായിരുന്നോ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിൽ നിന്ന് നമ്മൾ കുറച്ച് എണ്ണ മാറ്റി വെച്ചതാണ്, നമ്മളെ ഇറച്ചിയിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റി വെച്ചതാണ്. ഞാൻ പറഞ്ഞാൽ ഈ ഒരു എണ്ണ കൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്യണത്. അപ്പോൾ ഉള്ളി പൊരിച്ചത് ഇതിലേക്ക് ഗരം മസാലപ്പൊടിയും കരിവേപ്പിൻ്റെ ഇല പൊരിച്ചത് മല്ലിൻ്റെ ഇല പൊരിച്ചത് ഉണക്കമുന്തിരി പൊരിച്ചതൊക്കെ ഇട്ടുകൊണ്ട് ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇത് നിങ്ങൾക്ക് 2 ഉള്ളിയുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ഉള്ളിയിലും ചെയ്യട്ടോ. ഇനി ഇതാ ഇതിൻ്റെ മുകളിൽ ഞാൻ 1 കിലോ അരിയിൽ നിന്ന് പകുതി ചോറ് ഇതിൻ്റെ മേലെ ഇട്ടുകൊണ്ട് ദമ്മിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പകുതി ചോറ് റെഡിയാക്കിയാണ് ഒന്ന് നന്നായിട്ടൊന്ന് ലെയർ ചെയ്യുക. അതിന് ശേഷം നമുക്ക് അതിൻ്റെ അടുത്ത സാരം ഉള്ളി ഇതൊക്കെ പൊരിച്ചൊരി ഇതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ചോറ് തിളപ്പിച്ച് വെച്ച സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്ന ഇലകളുണ്ടല്ലോ അതൊന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നങ്ങനെ ചിട്ട് കൊടുത്താൽ മതി. ഞാനത് വേണമെന്നില്ലെങ്കിൽ മാറ്റണ്ടെന്നുള്ള ഇലക്കാണ് കഷ്ണം മുറിച്ചിട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതേമാതിരി നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഞാൻ പിന്നെ നെയ്യൊന്നും ചേർക്കാതെ ആ എണ്ണയിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇനിയപ്പോൾ നമ്മളെ പകുതി ചോറും കൂടി റെഡിയാക്കിക്കാണ്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെച്ചെങ്കിൽ ചാർക്കോൾ കത്തിച്ചുകൊണ്ട് വെക്കണമെങ്കിൽ വെക്കട്ടോ. ഒരു പാത്രത്തിൽ നമ്മൾ മന്തിൻ്റെ മേലൊക്കെ വെക്കണ മാതിരി വെക്കണമെങ്കിൽ വെക്കാം. അതിൻ്റെ മുകളിൽ ആ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇറച്ചിയിൽ നിന്ന് മുക്കിയ എണ്ണ ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് അപ്പോൾ ഉള്ളിയും മുന്തിരിയും എല്ലാം നമ്മൾ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ് രണ്ടാമത്തെ ലെയറായിട്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ചാർക്കോൾ വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കട്ടോ. അപ്പോൾ ഇതാ ഒരു വാഴൻ്റെ ഇല വെച്ചിട്ടാണ് ഞാനിത് ദമ്മിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു വാഴൻ്റെ ഇലൻ്റെ ഒരു വാസന ഉണ്ടല്ലോ അത് നമ്മൾ ദമ്മിൽ അങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ വേറൊരു വാസനയാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഇതുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1/2 മണിക്കൂർ നേരം ചെറിയ തീയിൽ ദമ്മിട്ട് വെച്ചതിൻ്റെ ശേഷം അതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഓഫ് ചെയ്തിട്ട് ഞാൻ 1/2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളം നമ്മൾ ചോറ്റിക്കാക്കാതെ വല്ലാണ്ട് പുറത്തേക്ക് വെച്ചേക്കാണ്. ഈ ചോറ് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല പിന്നെ ടേസ്റ്റുള്ളൊരു ചോറാണ് ഇത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതൊക്കെ നിൽക്കരുത് കേട്ടോ. സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്താളി. അതിൻ്റെ ബെല്ലൈക്കനൊന്ന് അടിച്ചാണ്ട് പൊട്ടിച്ചാളി. അതെന്ന് വെച്ചാൽ ആ ഒരു നോട്ടിഫിക്കേഷൻ സബ്സ്ക്രൈബ് പറഞ്ഞതിൽ നിൽക്കിയിട്ടുണ്ടെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും ബെല്ലിൻ്റെ. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ഏതെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഈ ചോറിൻ്റെ ഒരു വീഡിയോ. ഇത് ഒരു വെറൈറ്റി ചോറാണ്. അപ്പോൾ ഒരുവിധം റെസിപ്പികളൊക്കെ എൻ്റേതായിട്ടുള്ള ഒരു റെസിപ്പികൾ ഞാനായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാത്രിയാകുമ്പോൾ വിചാരിക്കും ഇന്നിപ്പോൾ എന്ത് റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഒരു ഊവുണ്ടാവും. അത് വെച്ചിട്ടാണ് ഞാൻ ഓരോ റെസിപ്പികളും ട്രൈ ചെയ്യൽ. എന്നാലും ഇതുവരെ ഒന്നും കേടായിട്ടില്ല, അൽഹംദുലില്ലാ. അപ്പോൾ അങ്ങനെ ഇട്ടാ ഞാനിപ്പോൾ വിചാരിച്ചു എനിക്കുള്ള ചോറ് ഞാൻ വാഴൻ്റെ ഇല ദമ്മിടാൻ വെട്ടിക്കൊടുന്നപ്പോൾ ഒരു ഇലയും കൂടി കൂടുതൽ വെട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഇലയിലാണ് ഇപ്പോൾ ഞാൻ ചോറ് തിന്നണത്. ഇതിൽ ചോറ് ഒന്ന് വേവ് കുറഞ്ഞു. ഇതിന് പ്രശ്നം പറ്റിയത് എന്താ വെച്ചാൽ, പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ സാധാരണ ഇങ്ങനെ ദമ്മിടുന്ന സമയത്ത് നമ്മൾ ചിക്കനൊക്കെ അതേപോലെ തന്നെയല്ലേ ഇടൽ, നമ്മൾ പൊരിച്ചൊന്നും കോരാതെ. അപ്പോൾ അങ്ങനെ ഇടുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്നുള്ള വെള്ളം കൊണ്ട് നമ്മൾ ചോറ് ഒന്നും കൂടി സോഫ്റ്റ് ആവും. അപ്പോൾ ഇത് പൊരിച്ച് വെച്ചതും
അതേമാതിരി അതിൽ ട്രൈ ആയതുകൊണ്ട് ആയതുകൊണ്ട് ചോറൊന്നും കൂടി വെന്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ദമ്മിൽ കിടന്ന് വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കുറഞ്ഞൊരു വേവ് കുറവ് ഉണ്ടെന്ന് പറയത്തക്കില്ല, എങ്കിലും കുറഞ്ഞൊരു വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മസാല അധികം ഇല്ലാതെ നല്ലൊരു വെറൈറ്റി ഇതായിരുന്നു കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ തൈരും ക്യാരറ്റും കൂടി സ്റ്റോപ്പറിലിട്ട് കാണ്ട് വടിച്ചിട്ട്, അതായത് ഒരു പച്ചമുളക് കൂടി ഇട്ട് വലിച്ച് നല്ലോണം കട്ട് ചെയ്തിട്ട് അതിൽ തൈര് ഒഴിച്ച് കൊടുത്തു. സാധാരണ പാക്കറ്റ് തൈര്. അതേമാതിരി മാങ്ങച്ചാറുണ്ടായിരുന്നു, ബീട്രൂട്ടിൻ്റെ സമ്മന്തി ഉണ്ട്, അതേമാതിരി വെളുത്തുള്ളി അച്ചാർ. ഇത് കാക്കാൻ്റെ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. വെളുത്തുള്ളി അച്ചാർ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിലും കസ്കസ് ഇട്ടിട്ടാണ് ഈ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ തേങ്ങൻ്റെ സമ്മന്തി ഞങ്ങൾക്കൊക്കെ നല്ല നൈസായിട്ട് അരക്കണം. കാക്കാക്ക് ഇങ്ങനെ ട്രൈ ആയിട്ട് വേണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും എല്ലാവരോടും